ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് ഓഗസ്റ്റ് 1 വരും എന്ന് പറഞ്ഞത് ഇന്നലെ 31 വന്നിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി 8:30 തന്നെ അതിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് കമന്റ്സ് വന്നിരുന്നു. ഓപ്ഷൻ ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ, ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കമന്റ്സ് വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് എന്റെ കമന്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് രാവിലെ വരെയുള്ള രാത്രി വന്ന എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഒരുപാട് പേര് കമന്റ്സ് ചോദിക്കുന്നത് ഭയങ്കര ടെൻഷനായിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കമന്റ്സിനുള്ള ഉത്തരം തരാം. ഇതുവരെ എനിക്ക് വന്ന കമന്റ്സ്, ഇപ്പോൾ ടൈം ഒരു 10:30 മണിയായിട്ടുണ്ട്. ഈ ടൈമിൽ വന്നിട്ടുള്ള കമന്റ്സിന് വരെയുള്ള എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, എനിക്ക് മെഡിസിറ്റി ആണ് വന്നത്, 297 ആണ് മാർക്ക് OBC. നല്ലതാണ്. മെഡിസിറ്റി കൊല്ലമാണെങ്കിൽ നല്ല ഹോസ്പിറ്റലാണ്, നല്ല രീതിയിലുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. അവർക്ക് തന്നെ അവിടെ ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് വളരെ നന്നായിട്ട് പഠിച്ചിറങ്ങാനും പറ്റുന്നതായിരിക്കും കേട്ടോ. നല്ലൊരു ഹോസ്പിറ്റലാണ്, നിങ്ങൾക്ക് BSc നഴ്സിങ്ങിന് പറ്റിയൊരു ഹോസ്പിറ്റലാണ്, നന്നായിട്ട് പഠിച്ചിറങ്ങാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. അവിടെ തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഓപ്ഷൻസും കാര്യങ്ങളും ഒന്നും ചേഞ്ച് ചെയ്യണ്ട, അത് തന്നെ വെച്ചാൽ മതി. ഇനി മെഡിസിറ്റി തന്നെ മതി എന്നുണ്ടെങ്കിൽ, മെഡിസിറ്റി ഇപ്പോൾ 10ാമത്തെ ഓപ്ഷനോ എന്തോ ആണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ ഒന്നാക്കി വെക്കണമെങ്കിൽ വെക്കാം, 5ആക്കി വെക്കണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിന് പ്രയോറിറ്റി കൊടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. കമന്റ് സെക്ഷനിൽ ഞാൻ ഒരു കാര്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആരും പോസ്റ്റ് വായിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ് എല്ലാവരും ചാനലിലെ പോസ്റ്റ് ഒന്ന് നോക്കൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ LBSന്റെ ഒരു അപ്ഡേറ്റ് വന്നത്, ഇനി പുതിയ ഓപ്ഷൻസ് നമുക്ക് അലോട്ട് ചെയ്യുന്ന, അതായത് നമുക്ക് ഇനി അടുത്ത അപ്രൂവൽ വരുന്ന കോളേജസിനേക്ക് മാത്രമേ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. ഓൾറെഡി വന്ന അപ്രൂവ്ഡ് കോളേജസ് ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നൊരു അപ്ഡേറ്റ് വന്നിരുന്നു. ഇപ്പോൾ അത് മാറി അടുത്ത പ്രൊഫൈലിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒട്ടും ഓപ്ഷൻസ് വെക്കാത്ത കുട്ടികളുണ്ട്, ഓപ്ഷൻസ് രജിസ്ട്രേഷനേ അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികളുണ്ട്, അവർക്ക് ഒന്നേന്ന് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് 21 കോളേജസ് അപ്രൂവൽ ആയിട്ട് അറിഞ്ഞില്ല. അവർ ഓപ്ഷൻ വെക്കാത്തവർക്കും ഇനി ഓപ്ഷൻസ് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ അത് ചെയ്യാൻ നോക്കുക. ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് സെക്ഷനിൽ വന്ന് പറയാം, എന്നാലും നമുക്കും അത് അറിയാൻ പറ്റുള്ളൂ. കാരണം LBSന്റെ അപ്ഡേറ്റ്സ് ഓരോ സമയത്തും മാറി മാറി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് എത്തിക്കുന്നത്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം, ഒരു 5 കോളേജസും കൂടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അത് ചെക്ക് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് അതുകൂടി ആഡ് ചെയ്യണം എന്നുള്ള കുട്ടികൾക്ക് ആഡ് ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ കൊടുക്കാൻ മറന്നു പോകരുത്. സേവ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നാളെ 5 മണി വരെയാണ് സമയം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് എല്ലാം, പുതിയ ഓപ്ഷൻസ് 5 വന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇൻഡെക്സ് മാർക്ക് കുറവുള്ള കുട്ടികൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത്, വിനായക കോളേജ് വയനാട് നല്ലതാണോ? എടാ, LBSലുള്ള എല്ലാ കോളേജസും INC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസ് ആയതുകൊണ്ട് തന്നെ LBS ലിസ്റ്റിലുള്ള എല്ലാ കോളേജസും നല്ല കോളേജസ് ആണ്. ഇനി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ, അതായത് അവിടുത്തെ മെസ് എങ്ങനെയാണ്, അതായത് ഫുഡ് എങ്ങനെയാണ്, ഹോസ്റ്റൽ എങ്ങനെയാണ്, ട്രാവൽ എങ്ങനെയാണ്, നിങ്ങളുടെ സ്ഥലത്തു നിന്നുള്ള ട്രാവൽ, അങ്ങനെയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കോളേജസിന്റെയും നമ്പേഴ്സ് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ LBSൽ തന്നെ വന്നിട്ടുള്ള പ്രോസ്പെക്ടക്സിലും അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ് ഓരോ കോളേജസിലും. ഓക്കെ. പിന്നെ അടുത്ത കമന്റ്, എനിക്ക് 10th ഓപ്ഷൻ ആണ് ട്രയലിൽ കിട്ടിയ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാറാൻ ചാൻസ് ഉണ്ടോ? മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ട്രയൽ എന്ന് പറയുന്നത് ഒരു സാമ്പിൾ ആണ്. ഈ ട്രയലിൽ കിട്ടിയവർക്ക് ഉറപ്പായിട്ടും സമാധാനിക്കാം. നിങ്ങൾക്ക് എന്തായാലും മുന്നോട്ടുള്ള അലോട്ട്മെന്റിൽ എവിടെയെങ്കിലും ചിലപ്പോൾ മാറിക്കിട്ടാം. ഇപ്പൊ വെച്ച കോളേജ് തന്നെ കിട്ടണമെന്നില്ല, മാറിക്കിട്ടാം. പക്ഷെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ചേച്ചി, നോ അലോട്ട്മെന്റ്, ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണോ വേറെ, അതോ അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്താൽ മതിയോ? അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്താൽ മതി. ട്രയൽ അലോട്ട്മെന്റ് ഒരു സാമ്പിൾ അലോട്ട്മെന്റ് മാത്രമാണ്. ഈ ട്രയലിൽ വരാത്ത കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാം. അതുപോലെ തന്നെ നല്ല മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗവൺമെന്റ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെ അഡ്മിഷൻ കിട്ടാനുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ചാൻസ് 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് LBSൽ കിട്ടുമോ എന്ന്
ഒന്ന് വിലയിരുത്തുക. അതിനുശേഷം AMCS, FNCK, PNC, MAC അതുപോലെ ഡയറക്റ്റ് അഡ്മിഷൻ ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടുത്തെ അഡ്മിഷൻ ചാൻസസ് പ്രെഡിക്ഷൻ മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഈ വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾ വേണം തീരുമാനിക്കാനായിട്ട്. എല്ലാവരും സ്ക്രീൻ വെർട്ടിക്കൽ ആക്കിയിട്ട് വേണം കാണിക്കാനായിട്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഷോർട്സിന്റെ ആ ഒരു സൈസിലാണ് കാണിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇനി ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റുമോ? പ്ലീസ് റിപ്ലൈ. ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റുമോടാ? ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നതായിരുന്നു ആദ്യത്തെ അപ്ഡേറ്റ്. ഇനി വരുന്ന അപ്രൂവ്ഡ് കോളേജസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രൊഫൈലില് ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടുപോയ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പറയുവാണ്, നിങ്ങൾക്ക് ഒന്നേന്ന് ഓപ്ഷൻ വെക്കാം, അതുപോലെ റീഅറേഞ്ച് ചെയ്യാം. പുതിയ അപ്രൂവ്ഡ് 5 കോളേജസ് അപ്രൂവ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഒന്നേന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം ഒരു കോളേജും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്രൂവൽസ് എല്ലാം അതിന് മുന്നേ തന്നെ വരുന്നതായിരിക്കും. ഏതെങ്കിലും കോളേജ് അപ്രൂവൽ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് 5 കോളേജസ് അപ്രൂവൽ ആയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കോളേജസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓപ്ഷൻസ് വെച്ചാൽ മതി. ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം, ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാം, അപ്രൂവ്ഡ് കോളേജസ് ആഡ് ചെയ്യാം. ഓൾറെഡി ഉള്ള കോളേജസും ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം പറ്റുന്നുണ്ട് എന്ന് നോക്കിയതിന് ശേഷം എനിക്കത് കമന്റ് ആയിട്ട് ഇവിടെ ഒന്ന് പറയാം. കാരണം LBSലും ഓരോ മണിക്കൂറിനകം പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുവാണ്. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഈ വർഷം. ദെൻ സിമറ്റ് കോളേജസിൽ പ്ലേസ്മെന്റ്സ് ഉണ്ടാവില്ലേ? സിമറ്റ് കോളേജസ് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ LBSലുണ്ടല്ലോ, അതനുസരിച്ച് നിങ്ങളുടെ ഇതനുസരിച്ച് വരുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ഗവൺമെന്റ് കോളേജ് ട്രിവാൻഡ്രം അനക്സ്റ്റർ ആണ് കാണിക്കണേ. കോട്ടയിൽ ആണേൽ SM ഞാൻ IC ആണ്. അത് എന്താ കാണിക്കാത്തെ? ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് തന്നെ കിട്ടുമോ? ട്രയൽ അലോട്ട്മെന്റിൽ തന്നെ കിട്ടിയ കോളേജിൽ കിട്ടുമോ എന്നുള്ളത് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല, ചേഞ്ചസ് വരാം. ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള അലോട്ട്മെന്റിൽ എന്തായാലും അഡ്മിഷൻ കിട്ടും എന്നുള്ളത് ഉറപ്പ് പറയാൻ മാത്രമേ ഇപ്പൊ പറ്റുകയുള്ളൂ. ഓക്കെ. ദെൻ 296.7 ജനറൽ ആണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടുമോ? എടാ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അഡ്മിഷൻ ചാൻസസ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് സ്വയം മനസ്സിലാക്കുക കേട്ടോ. ദെൻ ബിംസ് മലപ്പുറം നല്ലതാണോ? ഞാൻ പറഞ്ഞല്ലോ, LBSന്റെ എല്ലാ കോളേജസും INC അപ്രൂവ്ഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്ത് ഓരോ കോളേജസിലും അന്വേഷിക്കാൻ സാധിക്കുന്നതാണ്. ദെൻ ST ജോസഫ് കോളേജ് ധരംഗിരി നല്ലതാണോ? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, കോളേജസിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്ഥലത്തനുസരിച്ചുള്ള കോളേജസ് നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുക, അല്ലെങ്കിൽ കോളേജ് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ അവിടെ കോളേജസിൽ പഠിച്ച കുട്ടികളെടുത്ത് ചോദിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദെൻ MU കുറച്ച് കുട്ടികൾക്കേ കിട്ടുന്നുള്ളൂ. മുസ്ലിം കാറ്റഗറിയുടെ കാര്യം, കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്വയം തോന്നിയ കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട്. അത് കുറെ പേര് എനിക്ക് മെസ്സേജ് ചെയ്തത്, ബാക്കി കമന്റ്സൂടെ വായിച്ചതിന് ശേഷം ഞാൻ പറയാം. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി ടോക്കൺ ഫീ അടച്ചു കഴിഞ്ഞ് കീം വഴി ഏതെങ്കിലും കോഴ്സ് കിട്ടി അതിന് ചേർന്ന് കഴിഞ്ഞാൽ ടോക്കൺ ഫീ റീഫണ്ട് ചെയ്യുമോ? ടോക്കൺ ഫീ റീഫണ്ട് ചെയ്യുമോ എന്നതിനെ പറ്റി തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ടും കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത്. അപ്പോൾ വീഡിയോസും എല്ലാം മുഴുവനായിട്ട് കാണുക. അപ്ഡേറ്റ്സ് ഒക്കെ ഉറപ്പായിട്ടും ടൈം ടു ടൈം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഉത്തരം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണെങ്കിൽ കൂടി ഞാൻ പറയുവാണ്, ടോക്കൺ ഫീ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. ഇപ്പോൾ LBSലെ കുട്ടികൾക്ക് നിങ്ങൾ അഡ്മിഷൻ ലാസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിലും ഈ അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ കഴിയണം. ഈ പ്രോസസ്സ് സ്പോട്ട് അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ടോക്കൺ ഫീ തിരിച്ച് കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് കമന്റ്, ട്രയൽ വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കിട്ടുന്നതായിരിക്കും. നഴ്സിംഗിന് അലോട്ട്മെന്റ് കിട്ടിയാൽ പാരാമെഡിക്കലിൽ മാറാൻ പറ്റുമോ? നഴ്സിംഗിനും പാരാമെഡിക്കലിനും മുന്നേ സെപ്പറേറ്റ് അലോട്ട്മെന്റ് അല്ല വന്നിരുന്നത്, ഒരുമിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് സെപ്പറേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് വന്ന സ്ഥിതിക്ക് നഴ്സിംഗിനും സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും, പാരാമെഡിക്കലിനും സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും. എല്ലാ വീഡിയോസിലും ഈ കാര്യം തന്നെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാത്തത് കൊണ്ടാണ് ഈ ഡൗട്ട്സ് വരുന്നത്. അപ്പോൾ രണ്ടിനും രണ്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നഴ്സിംഗിന് അഡ്മിഷൻ ആണ് കിട്ടി, നിങ്ങൾക്ക് ഇപ്പോൾ നഴ്സിംഗ് ആണ് വേണമെങ്കിൽ നഴ്സിംഗിന് പോകാം. ഇനി പാരാമെഡിക്കലിനാണ് കിട്ടിയതെങ്കിൽ പാരാമെഡിക്കലിന് പോകാം. ഓക്കെ, നഴ്സിംഗിന് കിട്ടിയവർക്ക് പാരാമെഡിക്കലിന് കിട്ടാതിരിക്കുക അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
ധനലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോടാ, കണ്ണൂരുള്ള കോളേജസ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ ഡയറക്റ്റ് വിളിച്ച് അന്വേഷിക്കുക, അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക. ആൾക്കാരെന്ന് ഉദ്ദേശിച്ചത് ആ കോളേജിൽ ഡയറക്റ്റ് പോയി അന്വേഷിക്കാം. അതുപോലെ തന്നെ കോളേജിലുള്ള സീനിയർ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കാം. അവിടെ അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അന്വേഷിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പ്രോസ്പെക്ടസിൽ ഓരോ കോളേജസിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോളേജസിലും നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് അന്വേഷിക്കാൻ സാധിക്കുന്നതാണ്. ചേച്ചി, ഞാൻ ആകെ 4 കോളേജസ് കൊടുത്തുള്ളൂ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി, ഇനി അത് മാറുമോ? 4 കോളേജ് കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 4 കോളേജിൽ ഏതെങ്കിലും കോളേജ് ആയിരിക്കും കിട്ടേണ്ടത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ വന്ന സ്ഥിതിക്ക് ആ ഓപ്ഷൻ തന്നെ ആയിരിക്കും കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. ഓൾറെഡി നല്ല മാർക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ആ കുട്ടി 4 കോളേജസ് മാത്രം വെച്ചത്. സാധാരണ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഒരുപാട് കോളേജസ് എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് പലരും കോളേജസ് വെച്ചിരിക്കുന്നത്. അപ്പൊ 4 കോളേജസ് മാത്രം വെച്ചിട്ടുള്ള ആ ധൈര്യം സമ്മതിച്ചു തന്നിരിക്കുന്നു. അപ്പൊ നല്ല മാർക്കുള്ള കുട്ടിയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ട്രയലിൽ കിട്ടി എന്നുണ്ടെങ്കിൽ ആ കോളേജ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണെടാ. കോളേജ് തന്നെ മതി എന്നുണ്ടെങ്കിൽ അത് തന്നെ ആ ഓപ്ഷൻസിനെ പ്രത്യേകിച്ച് റീഅറേഞ്ച്മെന്റ് ഒന്നും ചെയ്യാതെ തന്നെ നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ട്രയലിൽ കിട്ടിയത് ഫസ്റ്റിൽ വെക്കാമോ? ട്രയലിൽ കിട്ടിയ ഓപ്ഷൻസ്, നിങ്ങളടുത്ത് ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ട്രയലിൽ ഇപ്പോൾ ഒരു കോളേജ് കിട്ടി, ആരും ആ കോളേജ് റിമൂവ് ചെയ്ത് കളയരുത് കേട്ടോ. ആ കോളേജ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് ഇനി ആ കോളേജ് കിട്ടിയ കോളേജ് തന്നെ ആദ്യം മതി, അത് മതി എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കോളേജിനെ 1 ഓപ്ഷൻ ആയിട്ട് വെച്ച് നിങ്ങൾ ഓപ്ഷൻസ് അങ്ങ് രജിസ്റ്റർ ചെയ്യുക, അതായത് സേവ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കിട്ടിയ കോളേജസ് ആരും ഡിലീറ്റ് ചെയ്ത് കളയരുത്. അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ ട്രയലിൽ പോലും വരാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ട്രയലിൽ ഇഷ്ടപ്പെടാത്ത കോളേജ് ഓൾറെഡി ഓപ്ഷൻസ് വെച്ചിട്ട് ആ കോളേജ് കിട്ടി, അതിന് മുന്നോട്ടുള്ള കോളേജസ്, അതായത് നിങ്ങളിപ്പം 20ാമത്തെ കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വിചാരിക്കാം, അതിന് മേലോട്ടുള്ള കോളേജസിനായിരിക്കും ഇനി LBS അടുത്ത പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ 20ാമത്തെ കോളേജിന് താഴെ 21ാമത്തെ കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ആണ് എന്നുണ്ടെങ്കിൽ ഈ 21നെ പിടിച്ച് 19ഓ 10ലോ ആ ഒരു കാറ്റഗറി നമ്പറിലോട്ട് നിങ്ങൾ മാറ്റിയാൽ മതി. പക്ഷെ നിങ്ങൾ ട്രയലിൽ കിട്ടിയ കോളേജ് ഒരിക്കലും റിമൂവ് ചെയ്ത് കളയരുത്. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. ട്രയലിൽ കിട്ടിയത് ഫസ്റ്റ് വെക്കാമോ? അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്, അങ്ങനെയൊക്കെ വെക്കാം. പക്ഷെ അത് ഡിലീറ്റ് ചെയ്ത് കളയരുതെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആ കോളേജ് മതി എന്നുണ്ടെങ്കിൽ അതിനെ ഓപ്ഷൻ മാറ്റി മുന്നോട്ട് പ്രയോറിറ്റി ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഹായ് മാം, ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് 24 ഓപ്ഷൻ ആണ്. അപ്പോൾ അതിനുള്ള അലോട്ട്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് അതിന് മുകളിൽ ഉള്ളതാണോ? ലൈക്ക് 23 to 15. അതേടാ, 24 ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതിന് മുകളിലോട്ടുള്ള കോളേജസിലായിരിക്കും നിങ്ങൾക്ക് ചാൻസ് കൂടുതൽ. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിന് താഴെയുള്ള കോളേജസ്, ഏതെങ്കിലും നല്ല കോളേജസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ താഴെയുള്ള കോളേജസിനെ എടുത്ത് മേളിലേക്ക് റീഅറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ട്രയലിൽ കിട്ടിയ കോളേജ് ഡിലീറ്റ് ചെയ്ത് കളയരുത്. 280.84 ആണ് ഇൻഡെക്സ്. നോ അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നത്. MU റിസർവേഷൻ ഉണ്ട്. റാങ്ക് MU 3413 ആണ്. ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? പ്ലീസ് റിപ്ലൈ. അല്ല, ട്രയലിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ വരാം. പക്ഷേ എല്ലാവരുടെടുത്തും ഞാൻ പറയുന്നത് മാർക്ക് അനുസരിച്ച് എന്നുള്ളതാണ്. അതിനർത്ഥം നിങ്ങൾ സെൽഫ് ഫിനാൻസിങ്ങിലും ഗവൺമെന്റിലും കിട്ടാൻ ചാൻസ് ഉള്ള പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് സ്വയം മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം LBSന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. നെക്സ്റ്റ് കമന്റ്, എന്റെ കാറ്റഗറിയിൽ എന്റെ മാർക്കിനേക്കാൾ കുറവ് മാർക്ക് ഉള്ളവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല, അതെന്താ? അത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കാറ്റഗറി റിസർവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പണി കിട്ടുന്ന ഒരു സംഭവമാണ്. എനിക്കും സ്വയം ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു OBC ജനറൽ കാറ്റഗറിയിൽ ഉള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ LBSന്റെ ആ ഒരു ടൈമിലായാൽ പോലും നമുക്ക് ഈ SC ST കാറ്റഗറി, ഈ പട്ടികജാതി പട്ടിക വിഭാഗം എന്ന് പറയുന്നവർക്ക് ഒരു പ്രത്യേക റിസർവേഷൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ കാര്യത്തിൽ ഇങ്ങനെ ഒരു റിസർവേഷന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇതിൽ പല അഭിപ്രായങ്ങൾ വരാം. SC കാറ്റഗറി ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്മിഷൻ കിട്ടി പൊക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പഠിക്കാനാണ് പോകുന്നത്, അവിടെ ഒരു കാറ്റഗറി ഇല്ല. മാർക്ക് വാങ്ങി പഠിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടും. അങ്ങനെ ഒരു കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പല കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടും. ഇപ്പൊ എന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് LBS വഴി നമുക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, മെറിറ്റ് വഴി കിട്ടുവാണെങ്കിൽ നമുക്ക് കാശ് അടയ്ക്കണം. എന്നാൽ SC ST കാറ്റഗറിക്കുള്ള ആപ്ലിക്കേഷൻ ഫീ കുറവാണ്, അവർക്ക് അഡ്മിഷൻ ഫീ കുറവാണ്, എല്ലാത്തിനും കൺസെഷൻസ് ഉണ്ട്.
അവർക്ക് കൺസെഷൻ കിട്ടുന്നതിൽ ബാക്കിയുള്ളവർ അസൂയപ്പെടുന്നതോ കുശുമ്പ് പറയുന്നതോ ഒന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ പെടുന്ന കുറേ കുട്ടികളുണ്ട്. ഈ ജനറൽ കാറ്റഗറി EWSനൊന്നും സെൽഫ് ഫിനാൻസിങ്ങിൽ റിസർവേഷൻ ഇല്ലെന്ന് LBS തന്നെ പറയുന്നുണ്ട്. സത്യത്തിൽ എന്തിനാണ് ഈ എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ ഈ ഒരു റിസർവേഷൻ കാറ്റഗറി വരുന്നത്? മാർക്കുള്ള കുട്ടികൾ പഠിച്ചു കയറി മുന്നോട്ട് പോട്ടെ, താഴോട്ടുള്ളവർ അതിനനുസരിച്ച് കിട്ടട്ടെ. അങ്ങനെയാണ് എനിക്കും തോന്നുന്നത്. എന്തിനാണ് ഈ റിസർവേഷൻ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പല കുട്ടികളും ഇത് ബേസ് ചെയ്ത് ഭയങ്കര വിഷമത്തോടു കൂടി വന്ന് കമന്റ് സെക്ഷനിൽ പറയുന്നുണ്ട്, എന്നെക്കാളും മാർക്ക് കുറഞ്ഞ കുട്ടിക്ക് കിട്ടി. അതായത് ഇപ്പൊ ഗവൺമെന്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 260 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിരിക്കുന്നു, എന്നാൽ 286 മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവര് കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് അവർക്ക് കിട്ടാത്തത്. അപ്പോൾ അവർക്ക് എന്തായാലും വിഷമം വരും. കാരണം അവരും കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. പഠന കാര്യത്തിൽ നിങ്ങൾ ഒരേ സിലബസ് ആണ് പഠിച്ചത്, കാറ്റഗറിയിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സെയിം സിലബസ് ഓരോരുത്തരും കഷ്ടപ്പെടും. SC ST ആയാലും ഏത് ജനറൽ കാറ്റഗറി ആയാലും ഏത് കാറ്റഗറി ആയാലും നിങ്ങൾ പഠിക്കുന്നത് സെയിം സിലബസ് ആണ്. സെയിം സിലബസിൽ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിൽ എന്തിനാണ് കാറ്റഗറി ബേസ് വരുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഞാൻ പഠിച്ച സമയത്തായാൽ പോലും എനിക്ക് പൈസ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്താണ് ഞാൻ പഠിച്ചത്. എന്നാൽ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ബാച്ചിൽ തന്നെ ഒരു കുട്ടി ഈ കാറ്റഗറി ബേസിൽ കയറുകയും ആള് ഒരു 5000 റുപ്പീസ് ആയിരുന്നു ആ സമയത്തെ ഫീ എന്ന് പറയുന്നത്. 5000 റുപ്പീസ് അടയ്ക്കുകയും കയറി വർഷങ്ങളോളം പഠിച്ച് ഇറങ്ങി ജോലിക്ക് പോകുന്നു. പക്ഷെ ആ കുട്ടിക്ക് ഇത് കഴിഞ്ഞ് അവർക്ക് അഡ്മിഷൻ ഫീ തിരിച്ചും കൊടുക്കും, ഈ 5000 റുപ്പീസ് തിരിച്ചും കൊടുക്കും. അപ്പോൾ ഈ കാറ്റഗറി ബേസിൽ വരുന്ന നമ്മൾ പൊട്ടന്മാരാണോ എന്ന് നമുക്ക് സ്വയം തോന്നും. അത് സ്വാഭാവികമാണ്. അതിനിപ്പോ എന്താണ് പോംവഴി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എൻ്റെ കയ്യിലുമില്ല. പക്ഷെ നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കമന്റ്സിനെ ഞാൻ സീരിയസ്ലി ഞാൻ സ്വയം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്തിനാണ് കാറ്റഗറി ബേസ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ജനറലിലുള്ള കുട്ടികളും ഈ SC ST കാറ്റഗറി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കുടുംബി അങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, അവർക്ക് കൊടുക്കുന്ന റിസർവേഷൻ അത് കാരണം പെട്ടുപോകുന്നത് ഈ ജനറൽ EWS കാറ്റഗറിയിലുള്ള മുസ്ലിം കാറ്റഗറിയിലുള്ള കുട്ടികളാണ്. അപ്പൊ ഈ കാറ്റഗറി ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്ക് ബേസ് ചെയ്തിട്ട് മുന്നോട്ട് വരട്ടെ. അതാണ് സത്യം പറഞ്ഞാൽ നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് സ്വയം ഫീൽ ചെയ്തത്. ഞാൻ ജസ്റ്റ് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾക്ക് അത് കമന്റ് സെക്ഷനിൽ പറയാം. ചിലപ്പോൾ SC ST കുട്ടികൾ ഇത് കേൾക്കുവാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്ന് വരില്ല. എന്തിനാണ് റിസർവേഷൻ? ഓക്കെ, റിസർവേഷൻ ഒരുപാട് കാര്യങ്ങൾക്ക് റിസർവേഷൻ പോട്ടെ, അവര് കുറച്ച് ജാതി കുറഞ്ഞ ആൾക്കാരായിട്ട് ആൾക്കാർ കാണുന്നു. നമ്മുടെ സ്റ്റുഡന്റ് കാറ്റഗറിയിൽ പഠന കാര്യങ്ങളിൽ എന്തിനാണ് അങ്ങനെ കാണുന്നത്? അതൊക്കെ മാറാനുള്ള സമയമായി. സത്യം പറഞ്ഞാൽ അതൊക്കെ മാറാനുള്ള സമയമായി. പക്ഷെ ആരും അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇപ്പോഴും പഴയ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഒരു കാസ്റ്റിനും ഞാൻ ആരോടും കാസ്റ്റ് ചോദിക്കാറില്ല. SC ആണോ ST ആണോ എന്ന് ചോദിച്ചിട്ടല്ല നമ്മൾ ആരുമായിട്ടും ഫ്രണ്ട്സ് ആവുന്നത്. അപ്പൊ അതുപോലെ തന്നെ കൂടെ പഠിക്കുന്നവരുടെ കാസ്റ്റ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരേ എക്സാം പേപ്പർ തന്നെയാണ് അവരും എഴുതിയത്, ഒരേ സിലബസ് തന്നെയാണ് അവരും പഠിച്ചത്. അപ്പോൾ ഒരു റിസർവേഷൻ എന്തിനാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. കമന്റ്, കോട്ടക്കൽ അൽമാസ് നല്ലതാണോ? ഞാൻ പറഞ്ഞല്ലോടാ, കോളേജസ് നിങ്ങൾ തന്നെ ഡയറക്റ്റ് അന്വേഷിക്കുന്നതാണ് നല്ലത്. എനിക്ക് 270 ആണ് ഇൻഡെക്സ് മാർക്ക്. ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടില്ല. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? 270 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോടാ, സെൽഫിന്റെയും ഗവൺമെന്റിന്റെയും ചാൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് സ്വയം വിലയിരുത്താട്ടോ. അതിനുശേഷം എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇപ്പോൾ റിസർവേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് എല്ലാം ലക്ക് പോലെയാണ് നടക്കുന്നത്. LBSൽ തന്നെ ഫസ്റ്റ് CPAS ഒക്കെ ഓരോ കുട്ടികളും അപ്ലൈ ചെയ്തിരുന്നു. അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ അത് LBSന്റെ അണ്ടറിലായി. ആപ്ലിക്കേഷൻ പൈസ കൊടുത്ത കുട്ടികളെല്ലാം പെട്ടു. അത് കഴിഞ്ഞ് കീമിന്റെയും റിസൾട്ട് രണ്ടാമത് പബ്ലിഷ് ചെയ്തു, അതും അങ്ങനെ ഒരു ഇതായി. അതുപോലെ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയ പിള്ളേരുടെ ഇതുപോലെ ക്യാഷ് പോയി, അവരുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ മാർക്ക് ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ആകെ മൊത്തം തകിടം മറിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് തന്നെ. ക്യാപ്പ് ആലപ്പുഴയാണ് ട്രയലിൽ വന്നത്. ഗവൺമെന്റിൽ പ്രതീക്ഷിക്കണോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് പ്രതീക്ഷിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ട്രയലിൽ ഗവൺമെന്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റിലും വരാനുള്ള ചാൻസ് കൂടുതൽ. നമുക്ക് ചാൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വന്നിട്ട് എനിക്ക് ഇന്ന കോഴ്സ് കിട്ടുമോ, എനിക്ക് ഗവൺമെന്റിൽ തന്നെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഡിക്ഷൻ നടത്താനുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ 2023-24 വീഡിയോസും കാര്യങ്ങളും, അതായത് അവിടെയുള്ള റാങ്ക് ലിസ്റ്റും ഒക്കെ എടുത്ത്
എടുത്ത് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ട് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കേരളത്തിൽ കിട്ടുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതോടൊപ്പം പറയാനുള്ളത്, കിട്ടിയ കോളേജസ് ആരും ഡിലീറ്റ് ചെയ്ത് കളയരുത് കേട്ടോ. അലോട്ട്മെന്റ് വരാത്ത കുട്ടികളൊന്നും ഇനി കിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചൊന്നും ഇരിക്കരുത്. നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇത് നല്ല ലെങ്തി വീഡിയോ ആണ്, മുഴുവനായിട്ട് ആരും കാണൂലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. കാരണം എല്ലാവരുടെ കമന്റിനും ഞാൻ ഇവിടെ റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലോങ് ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നതാണ് SM 16,621 റാങ്ക്. ജനറൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്ലീസ് റിപ്ലൈ ചെയ്ത്. ഈ കുട്ടി എനിക്കറിയാം ജനറൽ കാറ്റഗറിയിൽ ഓൾറെഡി എനിക്ക് വേറെ മെസ്സേജസ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഞാൻ ജസ്റ്റ് അടുത്ത കമന്റ് സെക്ഷനിൽ വായിക്കാം. ജനറൽ ആണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം SM റാങ്കും 16,000 ആണ് വന്നിരിക്കുന്നത്. ചാൻസ് വളരെ കുറവാണ്, തുറന്നു പറയാണ്, ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഗവൺമെന്റിന്റെയും സെൽഫ് ഫിനാൻസിന്റെയും ഒക്കെ അഡ്മിഷൻ ചാൻസ് വീഡിയോസ് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. ചേച്ചി, എനിക്ക് ഇൻഡെക്സ് സ്കോർ 260.84 ആണ്. ട്രയലിൽ വന്നില്ല. നെക്സ്റ്റ് ഏതെങ്കിലും അലോട്ട്മെന്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഓക്കെ, 22,000 സംതിങ് ഒക്കെയാണ് റാങ്ക് വന്നിരിക്കുന്നത്. ചാൻസ് വളരെ കുറവാണ്. കാറ്റഗറി ഏതാണെന്ന് അറിയത്തില്ല, കാറ്റഗറി പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന കമന്റ്സിന് എല്ലാവർക്കും ഉള്ള റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ആയെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ വീഡിയോ നല്ല ലെങ്ത് ആയതുകൊണ്ട് പലരും കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കമന്റ്സ് ഇതുപോലെ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മതി, ഒരു Q&A സെക്ഷൻ ആയിട്ട് നടത്താം. ഈ കമന്റ്സിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കമന്റ് ആണ്, ഞാൻ നേരത്തെ വായിച്ചില്ല കേട്ടോ. ഇത് എനിക്കും നോ അലോട്ട്മെന്റ് ആണ് കാണിക്കുന്നത്. ജനറൽ ആണ്, റിസർവേഷൻ ഉള്ളവർക്ക് എല്ലാം കിട്ടി, റിസർവേഷൻ ഇല്ലാത്തവർ മനുഷ്യരല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഒരു കമന്റ് കണ്ടിട്ടാണ് എനിക്ക് കമന്റ് സെക്ഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ തോന്നിയത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു സ്ലൈഡാണ് കാണിച്ചിരുന്നത്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ ഒരു കമന്റിന് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. ആ കുട്ടി പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിസർവേഷൻ ഉള്ളവർക്കൊക്കെ കിട്ടി, റിസർവേഷൻ അല്ലാത്തത് കൊണ്ട് മാർക്ക് കൂടിയിട്ടും കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവരെന്താ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ ഇത് ആരോടാ ചോദിക്കേണ്ടതെന്ന് സീരിയസ്ലി അറിയില്ല. ഞാനും ഇതുപോലെ തന്നെ റിസർവേഷൻ ബേസ് ഇല്ലാതെ പഠിച്ച ഒരാളാണ്. റിസർവേഷൻ ഉള്ള കുട്ടികൾ പൈസയും കൊടുക്കാതെ ഹാപ്പി ആയിട്ട് പഠിച്ചിറങ്ങുന്നു, ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. ഈ ജനറൽ കാറ്റഗറിയിലുള്ള എല്ലാവരും പണക്കാരൊന്നും അല്ല. ഇവരുടെ കയ്യിലും കാശില്ലാത്ത ഒരുപാട് വീട്ടുകാരുണ്ട്. അപ്പൊ അത് ആരോടാ ചെന്ന് പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ LBSനോട് നമുക്ക് ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടൊരു കാര്യമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ഇംപ്രൂവ്മെന്റ് മാർക്ക് ആഡ് ചെയ്തില്ല. CPAS കോളേജിന് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ പൈസ പോയി. എല്ലാത്തിനും ആപ്ലിക്കേഷൻ ഫീ തന്നെ നിങ്ങൾ നോക്കൂ, 1000 rupees ഒക്കെയാണ് ആപ്ലിക്കേഷൻ ഫീ തന്നെ വരുന്നത്. ഓരോ ആപ്ലിക്കേഷനും ഡിഫറെന്റ് ഫീസ്. PNC മാക്കിനാണെങ്കിൽ ഡിഫറെന്റ് ഫീസ്. അപ്പൊ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പറഞ്ഞ് എല്ലായിടത്തും ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കുന്ന 1000 rupees പണമാണ്. അപ്പൊ അവിടെ ആപ്ലിക്കേഷൻ ഫീ കൊടുക്കുന്നിടത്ത് പോലും SC/ST കാറ്റഗറിക്ക് 100 രൂപ കൊടുത്താൽ മതി. ടോക്കൺ ഫീ ആയിട്ട് 25,000 rupees ഒക്കെയാണ് ഇനി നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. റിസർവേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക്. റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് അതിലും ഉണ്ട് ഫീ കൺസെഷൻ. അപ്പോൾ പഠിച്ചിട്ടും കാര്യമില്ലാത്തൊരവസ്ഥയാണ്. പഠിച്ച് കഷ്ടപ്പെട്ട് നല്ല മാർക്ക് വാങ്ങിയിട്ടും കാര്യമില്ല. നമ്മൾ ജനിക്കുമ്പോഴേ ഒരു കാറ്റഗറിയിൽ ജനിക്കണം എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ കമന്റ്സിനോട് ഞാൻ യോജിക്കുന്നു, അതേ എനിക്ക് ഇപ്പോഴും പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് കമന്റ്സ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. റിപ്ലൈ കൊടുക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ റിപ്ലൈ കൊടുത്ത കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരണമെന്ന് നല്ല രീതിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒന്നേന്ന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. 5 കോളേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി പ്രൊഫൈലിൽ നോക്കി എല്ലാ കോളേജസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആഡ് ചെയ്യുക. പിന്നെ ഒരു കമന്റ് എനിക്ക് ഓർമ്മ വന്നത്, ഐ തിങ്ക് 14ാമത്തെ കോളേജാണ് വെച്ചത് ചേച്ചി, പക്ഷെ എനിക്ക് ആ കോളേജ് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ആ കോളേജ് വേണ്ട. അപ്പൊ ഞാൻ അത് ഡിലീറ്റ് ചെയ്യട്ടെ എന്ന് ആരോ ഒരാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ. കിട്ടിയ കോളേജസ് ആരും ഡിലീറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ആ കോളേജ് വേണ്ടാന്നുണ്ടെങ്കിൽ വേണമെന്നുള്ള കോളേജ് പ്രയോറിറ്റി ചെയ്ത് വെക്കാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ചെയ്യുക. ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജസ് ആരും ഡിലീറ്റ് ചെയ്യരുത്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കുറേയൊക്കെ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നല്ല ലെങ്തി ആയതുകൊണ്ട് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഇൻഫർമേഷൻസ് ഒന്ന് പാസ് ചെയ്യണം എന്നുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. LBSന്റെ അപ്ഡേറ്റ്സിനുമായിട്ട് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.